PV Anwar MLA വെളിപ്പെടുത്തലിൽ ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ പരസ്യമായാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഈ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ എന്തൊക്കെ തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നു? അതിനുശേഷം ഒരു അസാധാരണമായ പരസ്യ പ്രതികരണത്തിലേക്ക് തന്നെ മുഖ്യമന്ത്രി പോകാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? വേണു, നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നടന്നത്. ഒരുപക്ഷെ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഏകദേശം മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. പ്രാഥമികമായിട്ടുള്ള ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് മുൻപാകെ വന്നത്. എന്നാൽ ഈ ഓഡിയോ സന്ദേശവും അതുപോലെ തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ DGPയിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് DGPക്ക് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ വാൾമുന നീളുന്നത് പി ശശി അടക്കമുള്ളവരിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് DGPക്ക് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ, അവിടെ നിന്നും ഈ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ 37ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്കാണ് എത്തിയത്. അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു വാർത്ത പുറത്തു വന്നതിലുള്ള അമർഷം വ്യക്തമായിരുന്നു. കടന്ന രീതിയിലുള്ള സാധാരണ മുഖ്യമന്ത്രി പറയാറുള്ളത് പോലെ വൈകാരികമായി അല്ലെങ്കിൽ കർശന താക്കീത് നൽകുന്ന തരത്തിലേക്കൊന്നും അദ്ദേഹം പോയില്ലെങ്കിലും കൃത്യമായിട്ടുള്ള സന്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എത്ര ഉന്നതനാണെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇത്തരത്തിൽ താൻ അറിയാതെ സേനയ്ക്കുള്ളിൽ നടന്ന അല്ലെങ്കിൽ വകുപ്പിനുള്ളിൽ നടന്ന പ്രശ്നങ്ങളിൽ അതൃപ്തി ഉണ്ടെന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതേ വേദിയിൽ തന്നെ MR അജിത് കുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുഖം പോലും നൽകാതെ, അദ്ദേഹം ഇരിക്കുന്നത് പലതവണ കണ്ടുവെങ്കിലും അദ്ദേഹത്തെ ഗൗനിക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു വശത്ത് ആരോപണ വിധേയനായിട്ടുള്ള അജിത് കുമാർ ADGP ഇരിക്കുന്നു, മറ്റ് നേരെ സ്റ്റേജിന്റെ ശരി. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ദിലീപ് കുമാറും തുടരുന്നുണ്ട്. ദിലീപ്, ഈ ADGPക്കെതിരായിട്ടുള്ള ആക്ഷേപം ഗുരുതരമാണ്. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല നടപടികളിലേക്കും അന്വേഷണത്തിലേക്കുമൊക്കെ കടക്കുന്നു സർക്കാർ. പക്ഷേ അതുപോലെയല്ല അൻവർ ഒരാൾക്ക് രാഷ്ട്രീയമായ കഴിവില്ല എന്ന് പറയുന്ന ആരോപണത്തിൽ നടപടിയെടുക്കാൻ കഴിയുക. അത് ഗൗരവതരമായൊരു വിലയിരുത്തലൊക്കെ വേണ്ടതാണ്. ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒരാൾ കഴിവുകെട്ടവനാകുന്നില്ല. പ്രത്യേകിച്ചും പി ശശിയെ പോലെ ഒരാൾക്കെതിരെ ഉയരുന്ന ആരോപണവും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഉടനടി ഒരു തീരുമാനം അത് സാധ്യമാണോ? വേണു, CPIMനെ സംബന്ധിച്ച് ഏതായാലും ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. CPIMനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി അടുത്തതായി ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഈ സാധാരണ താഴെത്തട്ടിലുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമായും പോലീസുമായി ബന്ധപ്പെട്ടായിരിക്കും. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന പരാതി പലവട്ടം CPIM പ്രവർത്തകർ തന്നെ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഇന്നലെ ഈ PV അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, താഴെത്തട്ടിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച, അത് മറച്ചുവെക്കാനുള്ള തന്ത്രമാണോ ഇപ്പോഴത്തെ ഈ നടപടികൾക്ക് പിന്നിൽ, ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. അതുപോലെ തന്നെയാണ് ഈ പി ശശിയുടേത് രാഷ്ട്രീയ നിയമനമാണ്. നേരത്തെ MV ജയരാജൻ, ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹമായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. ആ കാലത്ത് ഈ ജനപ്രതിനിധികളുമായും CPIM നേതൃത്വവുമായും എല്ലാമുള്ള പോലീസിൻ്റെ ബന്ധം മെച്ചപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് എന്ന കാര്യം കൂടി ഇന്നലെ PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി വന്നതോടുകൂടിയാണ്, ഈ സർക്കാരിൻ്റെ കാലത്ത് പി ശശി വന്നതോടുകൂടിയാണ് ഈ ബന്ധം കൂടുതൽ വഷളാകുന്നതും. മാത്രമല്ല CPIM പ്രവർത്തകർക്ക് യാതൊരു തരത്തിലുമുള്ള നീതി പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്നില്ല എന്ന കാര്യം കൂടി PV അൻവർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുകയാണ് പി ശശി. ക്ഷേത്രത്തിലോ പള്ളികളിലോ ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത്തരം ആൾക്കാർ എന്ന കാര്യം കൂടി ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ CPIMനെ സംബന്ധിച്ച് ഈ PV അൻവറിൻ്റെ ആരോപണം അത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഊഴം പി ശശിയുടേത് ആയിരിക്കുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും CPIM ഈ ആരോപണത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പി ശശിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഭാവി. വേണു.
ശരി, ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്.